മീരയുടെ ബർത്ത്ഡേ ആണ്. അപ്പൊ നമ്മള് മീരയ്ക്ക് ഒരു ചെറിയ സർപ്രൈസ് കൊടുക്കാൻ പോവാണ്. Happy birthday to yourself. Happy birthday. അങ്ങനെ ഗുവാഹത്തി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ മേഘാലയക്ക് പോകാൻ വേണ്ടിയിട്ട് റോഡ് മാർഗം പോകുന്ന കാഴ്ചയാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങി ആദ്യമായിട്ട് നമ്മൾ സിറ്റിയുടെ കാഴ്ചകളൊക്കെ കണ്ടു തുടങ്ങിയതും ഇവിടെ നിന്നാണ് കേട്ടോ. അപ്പൊ ഇന്നലെ പറഞ്ഞില്ല തലൊരു ഉപ്പുവെള്ളം ഉണ്ടല്ലോ, ഉപ്പുവെള്ളം കലക്കി വാങ്ങി വെച്ചു തരാം കേട്ടോ. ഇതാരും ചോദിച്ചില്ലല്ലോ, അവിടെ പറയുമല്ലോ. പിന്നെ അതുകൊണ്ടാണ് ഞാൻ ഈ ഡേറ്റ് തന്നെ ഫിക്സ് ചെയ്തത്. നിങ്ങൾ വേറെ ഡേറ്റ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ഞാൻ എന്നിട്ട് മിന്നേന്റെ അടുത്ത് പറഞ്ഞു ഈ ഡേറ്റ് തന്നെ എടുക്കാം, എന്റെ 30th ബർത്ത്ഡേ ആണ്, എല്ലാവരും പോകണം. ഞാൻ ഈ ഡേറ്റ് ഫിക്സ് ചെയ്തത്. ഓക്കെ, അപ്പൊ അതൊക്കെ പറ, അതൊക്കെ വിട്. ലഞ്ച് ഒരു ബർത്ത്ഡേക്ക് 500 രൂപയോ? വല്ലാത്തൊരു ബർത്ത്ഡേ തന്നെ. രാവിലെ തൊട്ട് ഒന്നും കഴിക്കാത്തതിന് നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാവരുടെയും ഫസ്റ്റ് പ്രയോറിറ്റി എവിടെയെങ്കിലും കയറി ഒന്ന് ഫുഡ് കഴിക്കാന്നായിരുന്നു. അങ്ങനെ നമ്മൾ ഹൈവേയിലുള്ള ഒരു ധാബയിലായിട്ട് കയറിയിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ ഏകദേശം മേഘാലയയിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് എന്ത് കഴിക്കുമെന്ന് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. അങ്ങനെ ഞാനും സാമും ജെയും ഡോണും കൂടി ഒരുമിച്ചിരുന്ന് 4 പേരും 4 സാധനം ഓർഡർ ആക്കി. അത് നമുക്ക് 4 സാധനങ്ങൾ ടേസ്റ്റ് ചെയ്യുകയും ചെയ്യാം. ഇനിയിപ്പോൾ ഒന്ന് ഫ്ലോപ്പ് ആവണമെങ്കിൽ ബാക്കി 3 പേരിൽ അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്യാമല്ലോ. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്തത് ഫ്രൈഡ് റൈസ് ആയിരുന്നു, അത് കിട്ടുമായിരുന്നു. പിന്നെ ഓർഡർ ചെയ്തത് ബിരിയാണിയാണ്, ഒരു സുഖം ഉണ്ടായില്ല. പിന്നെ ഓർഡർ ചെയ്തത് ഈ ചാറ്റ് മസാലയും റൊട്ടിയായിരുന്നു. ഈ റൊട്ടി അടിപൊളിയായിരുന്നു. ചാറ്റ് മസാല നല്ലതൊക്കെയാണ്, പൊതുവെ എല്ലാവർക്കും ഇഷ്ടപ്പെടും, പക്ഷെ എൻ്റെ ടേസ്റ്റ് അല്ലായിരുന്നു. കളിക്കുന്നോടെ ഇടയ്ക്കൊന്ന് പെട്രോൾ അടിക്കാൻ വേണ്ടി നിർത്തിയപ്പോൾ കാഴ്ചയാണ് നിങ്ങളാക്കേണ്ടത്. അവിടെ ആ അസമോയിൽ എഴുതിയിട്ട് തൊട്ടിപ്പുറത്ത് കാസിരംഗ റൈനോസറിനെ കൂടി കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് പണ്ട് ജോഗ്രഫി പഠിച്ച് കാസിരംഗ നാഷണൽ പാർക്കാണ് അസമിലെ. ഇപ്പോഴാണ് ഞാൻ ഓർത്തത് 1 ഹോണ്ട് റൈനോസറസ് ഇന്ത്യയിലെ ഏക സ്ഥലത്തുള്ളത് കാസിരംഗയിലാണ്. ഒരു ദിവസം അവിടെ പോകണം. അങ്ങനെ ഓരോ ട്രിപ്പിലാണ് അടുത്ത ട്രിപ്പിലെ ഐഡിയാസ് വന്നെ എന്നുള്ളതാണ് വേറൊരു ഹൈലൈറ്റ്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഓക്കെ ഇങ്ങനെ എടുക്കണം, അതായത് ട്രെയിനിൽ കയറിയിട്ട് എടുക്കണം എന്നൊക്കെ വിചാരിക്കും. പക്ഷെ ആൾക്കാരും ബഹളം ഒപ്പം ഇങ്ങനെ ഒരു സൗണ്ട് ഇല്ലാണ്ട് നല്ലൊരു ലൈറ്റിങ്ങിലൊന്നും ഒട്ടും ഒരു സെക്കൻഡ് പോലെ എനിക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ഇപ്പോഴാണ് മര്യാദക്കൊന്നും നിങ്ങളോട് സംസാരിക്കാൻ പറ്റുന്നത്. സോ ആദ്യം നമ്മൾ പോയ സീനിക് സ്പോട്ട് ഷില്ലോങ്ങിൽ തന്നെ ഏറ്റവും കിഡു സ്പോട്ടായ ഉമിയം ലേക്കാണ് കേട്ടോ. ഇനി അവിടുത്തെ കാഴ്ചകൾ. ഹായ് ഗൈസ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഉമിയം ലേക്ക്. ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന അമേസിംഗ് ലാൻഡ്സ്കേപ്പ് ആണ് ഉമിയം ലേക്ക്. ഫ്രെയിമിൽ നിൽക്കുന്ന സമീറയാണ് അവളുടെ ക്ലോസ് ഫ്രണ്ട്. ഈ ട്രിപ്പിൽ ഞങ്ങളുടെ ഒരുമിച്ചുള്ള സെക്കൻഡ് ട്രിപ്പ്. national trip. And look at this amazing background guys. 15 or 35 years from now ഞങ്ങളത് ഇതേപോലെ ഒരു സ്പോട്ടിൽ റീക്രിയേറ്റ് ചെയ്യാം. ഏതെങ്കിലും ഒരു സീരീസ് സ്പോട്ട് ഉണ്ട്, അതിന്റെ ഫ്രണ്ടിൽ പോയി ക്യാമറയും പിടിച്ചിരുന്ന് 2-3 ബഡായി വർത്താനം പറഞ്ഞില്ലേ, ഒരു സുഖമില്ലല്ലേ. ഒരു കാര്യം എടുത്തു പറയേണ്ടത്, ആ ഉമിയം ലേക്കിന്റെ ഭംഗി എന്തേതാ എനിക്ക് ഫോണിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റണ്ടായില്ല എന്നുള്ളതാണ്. അത്ര ഭംഗിയായിരുന്നു അത് നേരിട്ട് കാണാനായി. പിന്നെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ദേ ഒരു മഴയും വന്നു. അങ്ങനെ മേഘാലയ എത്തിയിട്ടുള്ള ഫസ്റ്റ് മഴയും പെയ്തു. അപ്പൊ ഞങ്ങൾ ആ പാട്ട് അങ്ങ് പ്ലേ ചെയ്തു. ഒന്ന് കേട്ടോ നോക്കിയാലോ. ശരിക്കും പറഞ്ഞാൽ ചിറാപുഞ്ചി എത്തിയിട്ടില്ല, ഓൺ ദ വേ ആണ്. പക്ഷെ മേഘാലയ ഞങ്ങൾ കയറിയപ്പോൾ തന്നെ വെൽക്കം ചെയ്തിട്ടുള്ള ആ ഒരു മഴ, ഒരു അസൽ മഴ തന്നെയായിരുന്നു കേട്ടോ. ആ മൊമെന്റിൽ ആ പാട്ടും ശരിക്കും മീനിങ് ഫുൾ ആയിട്ട് തോന്നിയത് അപ്പോഴാണ് ആ പാട്ട് ശരിക്കും പറഞ്ഞാൽ. പിന്നെ തണുപ്പൊക്കെ കയറി തുടങ്ങി. ആകെപ്പാടെ മേഘാലയ ട്രിപ്പിന്റെ ത്രില്ലൊക്കെ അങ്ങ് പയ്യെ കയറി. എൻ്റെ കൈയൊക്കെ ശരിക്കും ഫ്രീസ് ആവാൻ ഞാൻ ഈ വീഡിയോ എടുക്കുക. ഇനി ഈ ലൈറ്റിന് താഴെ തന്നെ നിൽക്കണോണ്ട് എനിക്ക് അത്ര തണുപ്പ് ഫീൽ ചെയ്യണില്ല, വിച്ച് ഈസ് ആക്ച്വലി ഗുഡ്. അപ്പോൾ നാളത്തേക്കൊക്കെ
തണുപ്പ് എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷെ ഉച്ച സമയമൊക്കെ ഒരു വെയിലാണ്. സോ ഇറ്റ്സ് ബാലൻസിങ് ഔട്ട്. ഉച്ചക്ക് വെയിലും രാത്രിയാകുമ്പോൾ തണുപ്പും, അങ്ങനെയാണ് സിറ്റുവേഷൻ. അങ്ങനെ ഏകദേശം ഒരു 3.5 മണിക്കൂറിന്റെ യാത്രയ്ക്ക് ശേഷം നമ്മൾ ഗുവാഹത്തി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഷില്ലോങ്ങിൽ അവസാനം എത്തിയേക്കാണ്. ഏകദേശം ഈ കടകളൊക്കെ കാണുമ്പോൾ നമ്മുടെ ഒരു ഗ്രാമപ്രദേശമൊക്കെ പോലെ തന്നെയാട്ടോ എനിക്ക് സിമിലർ ആയിട്ട് തന്നെയാണ് തോന്നിയത്. പണ്ടുണ്ടല്ലോ നമ്മൾ സ്കൂളിൽ പഠിക്കണ കാലത്ത് ജോഗ്രഫി ടെസ്റ്റിൽ നമ്മൾ മെയിനായിട്ട് നോർത്ത് ഈസ്റ്റ് ഇന്ത്യ ഫോക്കസ് ചെയ്യുമ്പോൾ കാണുന്ന പിക്ചറാണ് വാലി ഓഫ് നിറയെ ഹൗസസ്, എന്നിട്ട് അത് ലൈറ്റ് ലിറ്റ് ആയിട്ട് എടുക്കുന്നത്. ഈ എക്സാക്ട് വ്യൂ ഇത് ഞാൻ ശരിക്കും നോർത്ത് ഈസ്റ്റ് ഇന്ത്യൻ ട്രിപ്പിലേക്ക് കയറുമ്പോൾ ഞാൻ ആൻറ്റിസിപ്പേറ്റ് ചെയ്ത വ്യൂ കേട്ടോ. സോ ഐ വാസ് റിയലി ഹാപ്പി വെൻ ഐ ഗെറ്റ് ടു സീ ഇറ്റ് ഫോർ റിയൽ. ഒഫീഷ്യലി നമ്മൾ ഷില്ലോങ് ലാൻഡ് ചെയ്തേക്കാണ്. ഈ ബോർഡിൽ സൊഹറാന്ന് എഴുതിയേക്കുന്നത്. മേഘാലയയിലെ ഖാസി ഭാഷയിൽ ചിറാപുഞ്ചി എന്ന് പറഞ്ഞ സ്ഥലത്തിന് സൊഹറ എന്നാണ് അവർ വിളിക്കുക. സോ ദാറ്റ് വാസ് എ റിയലി ന്യൂ ഇൻഫോ ഫോർ മീ ആസ് വെൽ. ആക്ച്വലി ഇറ്റ്സ് സോ കോൾഡ് ഹിയർ. ഞാൻ വിചാരിച്ചത്ര തണുപ്പായിട്ടില്ല, ബട്ട് സ്റ്റിൽ കോൾഡ്. ഇനി നെക്സ്റ്റ് നമ്മൾ പോകാൻ പോകുന്നത് ഷില്ലോങ്ങിലെ ഏറ്റവും അഫോർഡബിൾ ആയിട്ട് നമുക്ക് സാധനങ്ങൾ മേടിക്കാൻ പറ്റുന്ന പോലീസ് ബസാറിലേക്കാണ് കേട്ടോ. ഗൈസ്, നമ്മളങ്ങനെ പർച്ചേസിങ്ങിന് വേണ്ടി വന്നിരിക്കുകയാണ്. സോ പർച്ചേസിന് മുമ്പായിട്ട് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ പൈസ ബാങ്കിൽ നിന്ന് പോയിട്ട് എടുക്കണം. ഞാനും എൻ്റെ മൈ ന്യൂ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഞങ്ങൾ ബാങ്ക് അക്കൗണ്ട് വരെ വിത്ഡ്രോ ചെയ്യാൻ വേണ്ടി പോവാണ്. ഷില്ലോങ്ങിൽ എത്തിക്കാനായിട്ട് ഞങ്ങൾ പോലീസ് ബസാറിൽ പോയിട്ട് ഷോപ്പിംഗ് ചെയ്തു. അപ്പോഴാണ് എനിക്ക് കുറച്ചൊക്കെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുള്ള ഗ്യാപ്പ് കിട്ടിയത്. അല്ലാതെ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്ന കടയൊന്നും ഇല്ല, അങ്ങനെയാണ് ഇവർ പറയുന്നത്. സോ എനിക്ക് ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടി സാധനങ്ങൾ പർച്ചേസ് ചെയ്യണമെന്നുണ്ടായി. കാരണം നമുക്ക് പിന്നെ ഇത്രയും ദിവസം നിന്നാലും പർച്ചേസ് ചെയ്യാനുള്ള സ്പേസ് ഇല്ല എന്നുണ്ടെങ്കിൽ മേടിക്കാനുള്ള സാധനങ്ങൾ ഇത്രയും നമ്മൾ ലാസ്റ്റ് ഡേയിലേക്കാണ് വെക്കാറ് സാധാരണ ട്രിപ്പ് പോകുമ്പോൾ. സോ ഇതെനിക്ക് കുറച്ചുകൂടി സാധനം മേടിക്കണം എന്നുണ്ടായി. ലൈക്ക് ഫുഡിങ് സ്വീറ്റ്സ് ഒക്കെ ആണല്ലോ നമുക്ക് വീട്ടുകാർക്കൊക്കെ മേടിക്കാൻ, പക്ഷെ അതൊന്നും മേടിക്കാനുള്ള സ്പേസ് കിട്ടിയില്ല. സോ ഇനി അത് അന്വേഷിക്കണം. ഈ പോലീസ് ബസാറിൽ ഞാൻ കയറിയപ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടത് ഡ്രസ്സസ് ഇത്ര ചീപ്പസ്റ്റ് ആയിട്ട് കിട്ടുന്ന സ്ഥലം വേറെ ഉണ്ടാവില്ല. സ്വെറ്റേഴ്സും ഗാർഡിയൻസും ഒക്കെ 100-200 റുപ്പീസിലായിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നത്. സ്പെക്സ് ജീവിതത്തിനോട് ബൈ ബൈ പറഞ്ഞ ശേഷം എനിക്ക് ഏറ്റവും ഫാസ്റ്റിനേഷൻ തോന്നുന്നത് ഇപ്പോൾ ഗ്ലാസസിലേക്കാണ് കേട്ടോ. പിന്നെ ഷൂസ് ഒക്കെ നമ്മുടെ പണ്ട് ഒരു വീക്ക്നെസ് സ്പോട്ട് ആയതുകൊണ്ട് തന്നെ I just brought 2 shoes for me and my mom. It was really worth it. ഒരു 300-400 റേഞ്ചിൽ കിട്ടിട്ടോ. പിന്നെ അവിടെ ഒരുപാട് കണ്ടുവരുന്നത് ഇതേപോലത്തെ വെറൈറ്റി ചെയിൻസ് ആണ്. ഇതിൽ ഏറ്റവും നല്ലത് ഏതാണെന്ന് ഇങ്ങനെ തിരഞ്ഞ് അവസാനം ഫിക്സ് ആക്കിയതും ഫ്രണ്ട്സിന് മേടിച്ചതും ഈ ചെയിനാണ് കേട്ടോ. പിന്നെ കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് പോയപ്പോൾ സ്കേർട്ടൊക്കെ സെല് ചെയ്യണ ഒരാളുടെ അടുത്ത് നല്ല അടിപൊളി സ്കേർട്ട് കണ്ടപ്പോൾ ഞങ്ങൾ ബാർഗെയിൻ ചെയ്ത് അവസാനം ഈച്ച് സ്കേർട്ടിന് 250 എന്ന റേറ്റിൽ ഞങ്ങൾ മേടിച്ചിട്ടോ. ഇത് ഞങ്ങൾ പറയുമായിരുന്നേ നെക്സ്റ്റ് ട്രിപ്പിനുള്ള ഡ്രസ്സ് ഇപ്പോഴേ മേടിച്ച് വെക്കുകയാണെന്ന്. അങ്ങനെ ഞങ്ങൾ നെക്സ്റ്റ് ട്രിപ്പ് എങ്ങോട്ടേക്കാണെന്നുള്ളത് അതൊരു സർപ്രൈസ് ആയിട്ട് ഇരിക്കട്ടെ. പക്ഷെ അതിനുള്ള ഡ്രസ്സ് ഞങ്ങൾ ഇപ്പോൾ ഒപ്പിച്ചു എന്നർത്ഥം. മറന്നീ നീ എന്നെ അപ്പൊ ഇതൊക്കെയായിരുന്നു ഷോപ്പിംഗ് കഴിഞ്ഞ് ഞങ്ങളൊരു 7 മണിയോടെ തന്നെ ഞങ്ങൾ തിരിച്ച് ചിറാപുഞ്ചി എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഷില്ലോങ് എത്തിയിട്ടുള്ളൂ, ക്യാപിറ്റൽ. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ മേഘാലയയുടെ ഒരു അറ്റത്തേക്ക് ചിറാപുഞ്ചിയിലാണ് ഇപ്പം എത്തിയിരിക്കുന്നത്. പിന്നെ ഒരു 1.5 മണിക്കൂർ യാത്ര കഴിഞ്ഞ് നമ്മൾ ഷില്ലോങ്ങിൽ നിന്ന് ചിറാപുഞ്ചി എത്തിയിരിക്കുക കേട്ടോ. പിന്നെ ഞാൻ നല്ല ഉറക്കമായിരുന്നു, അതുകൊണ്ട് തന്നെ യാത്രയൊന്നും അറിഞ്ഞില്ല. ഇനിയിപ്പോൾ നമുക്ക് ബാഗ് എടുത്ത് ഇറങ്ങാം. ഇവിടെയാണ് നമ്മൾ 3 ദിവസം ഈ ഒരു സ്പേസിലാണ് നമ്മൾ സ്റ്റേ അടിക്കുക. ഇതിങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ കയറി വന്നാണ് ഇതവിടെയാണ് എൻ്റെ റൂം. നമ്മളങ്ങനെ നമ്മുടെ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത് എത്തിയിട്ട് we are going straight to have some food. ഇനി അങ്ങോട്ടുള്ള എല്ലാ ഫുഡിലും ഞാൻ മെയിനായിട്ട് ഒരു സ്റ്റാർട്ടറോ അല്ലെങ്കിൽ ഒരു സാലഡായിട്ടോ എല്ലാ ഡിഷിൻ്റെ ഒപ്പം കാണുന്ന ഐറ്റമായിരുന്നു കേട്ടോ ഈ ഇരിക്കുന്ന സാധനം. മേഘാലയ എത്തിയിട്ടുള്ള ഫസ്റ്റ് ഡിന്നറാണ് കേട്ടോ. നോർത്ത് ഇന്ത്യൻ മെയിൻ ഡിഷായ ചിക്കൻ താലിയാണ് ഉണ്ടായിരുന്നത്. നമ്മൾ താമസിക്കുന്നിടത്ത് തന്നെ അവിടുത്തെ ഫാമിലി ആയിട്ടോ ഉണ്ടാക്കി തന്നതൊക്കെ. ആൻഡ് ഇറ്റ്സ് എ ഫുൾ മൂൺ ടുഡേ. സോ ഞാനിതേ ഫുഡിങ്ങൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് എൻ്റെ റൂമിലേക്ക് പയ്യെ കയറി പോവാട്ടോ. ആക്ച്വലി ഈ സ്ഥലം ഇങ്ങനെ വെറുതെ കയറാൻ കുഴപ്പമില്ല, പക്ഷെ ബാഗൊക്കെ ആയിട്ട് കയറുമ്പോൾ ഒരു ലെവലാണ്. കാരണം ഇവിടെ നിന്ന് നമുക്ക് ഈ സ്റ്റെപ്പും കയറിയിട്ട് പിന്നെ അവിടെയും കയറി ഇതാ കാണുന്നതാണ്. ഹേ ഗൈസ്, അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് നമ്മളെന്താ ഫുഡ് കഴിച്ചെന്ന് ഞാൻ പറയാം. പറയൂ. നമ്മൾ കഴിച്ചത്
വൈറ്റ് റൈസ്, ദാൽ, സബ്ജി മീൻസ് അത് കുറച്ച് പൊട്ടാറ്റോ അങ്ങനെ കുറെ ഐറ്റംസ് ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള സബ്ജി, പിന്നെ ചിക്കൻ കറി ഉണ്ടായിരുന്നു, പിന്നെ സൈഡ് ഡിഷ് മറ്റേ സവാള അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ കട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ. സോ ഫുഡ് ആക്ച്വലി വാസ് ഞാൻ ഭയങ്കര ഈ താലി സംഭവമൊക്കെ ഞാൻ പൊതുവെ ഒഴിവാക്കാറാണ് നോർത്ത് ഇന്ത്യൻ. ബട്ട് എനിക്കിഷ്ടമായി. മേ ബി വിശപ്പുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നല്ല ചൂടോടെ ഈ തണുപ്പത്ത് കിട്ടിയോണ്ടാവാം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സോ ഞാൻ മാക്സിമം സ്കിപ്പ് ചെയ്യുന്ന സാധനമാണെങ്കിലും ഇന്ന് ഞാൻ വയറടിച്ച് കഴിച്ചിട്ടോ. ആൻഡ് അതിൻ്റെ റൈസ് എനിക്ക് വലിയ ഇഷ്ടമല്ല, വെള്ളരിയാണ്. പക്ഷേ നോർത്ത് ഇന്ത്യയിൽ അതാണ് മെയിൻ, അങ്ങനത്തെ റൈസാണ് കിട്ടുക. ഹേ ഗായ്സ്, ഞങ്ങളങ്ങനെ ഫുഡിങ്ങൊക്കെ കഴിഞ്ഞ് ഉറങ്ങേണ്ട സമയമായി. കുറേ പേരൊക്കെ ഉറങ്ങി, പക്ഷെ ഞങ്ങൾ കുറച്ച് പേരെ വർത്താനം പറഞ്ഞ് നൈറ്റ് ഫുള്ള് എൻജോയ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. സോ ബേസിക്കലി നല്ല തണുപ്പുള്ള സമയമാണ്. സോ ഞങ്ങളിതാ എല്ലാവരും കൂടി റൂമിലെടുത്ത് സംസാരിച്ച് പലരും പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് പല പ്രൊഫഷൻസും ഒക്കെ ആയിട്ട് നിൽക്കുകയാണ്. സോ എല്ലാവരും അവരെ പറ്റി സംസാരിക്കുകയും പിന്നെ അവരുടെ സ്റ്റോറീസ് അങ്ങനെ എല്ലാം പറയാൻ കേട്ടോ. സോ ദിസ് നൈറ്റ് ഈസ് ഓൾ അബൌട്ട് ഗെറ്റിംഗ് ടു നോ ഇച്ച് അതർ. അത് ട്രെയിനിൽ കുറേ പേരെ കണ്ട് ഓൾറെഡി അറിയാം, പക്ഷെ ഗെയിമിൻ്റെ തിരക്കോട് നമുക്ക് കുറച്ചുകൂടി രസമായിട്ട് ഞങ്ങൾ ഗെയിമിൻ്റെ കാര്യങ്ങളും ട്രെയിൻ മെമ്മറീസും പിന്നെ പുതിയതായിട്ട് ജോയിൻ ചെയ്ത ആൾക്കാരോട് എങ്ങനെയായിരുന്നു ഞങ്ങളുടെ ഇത്ര ദിവസം ട്രെയിൻ യാത്ര അതൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടിരിക്കാറുണ്ട്. സോ ഇപ്പോൾ സമയം കൃത്യം ഒരു 12 ആവാൻ വേണ്ടി പോകുന്നു. സോ നമുക്ക് നമുക്ക് ആ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വന്നാലോ. ഓക്കെ ഗൈസ്. ദീപം പറയുന്നുള്ളല്ലേ, എന്തെങ്കിലും പറയാനുണ്ടോ? ഇതെന്താ എഴുതിട്ടാണ്? ഓ മൈ ഗോഡ്, കാണാനുണ്ട്. ഇത് കേക്ക് കുടിക്കാനാ? ദീപം സൈഡ് കൂട്ടാൻ മധുരം കൂടുതലാവുമ്പോ ഓരോ സർപ്രൈസ് കൊടുക്കാൻ ഒരു കഷ്ടപ്പാടാണ്. പേടിക്കട്ടെ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യുവർസെൽഫ്, ഹാപ്പി ബർത്ത്ഡേ. ഇനി ഞങ്ങൾക്ക് ഫുഡ് അങ്ങനെ നേരെ ഫുഡ് കഴിച്ചു വന്ന ഉടനെ ഇനി ഒന്ന് റീഫ്രഷ് ആയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഉറങ്ങാനൊന്നും പ്ലാനില്ല കേട്ടോ. ഞങ്ങൾക്ക് വർത്താനൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ഒരു ഗോൾഫ് ഗെയിം കൂടി കളിച്ചേക്കാം. എല്ലാവരും പറയുന്നുണ്ട് കളിക്കണ്ടേ എന്നാണ് ഫസ്റ്റ് തോട്ട് എല്ലാവരും. പിന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നീ തണുപ്പിക്കല്ലേ, അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമുക്ക് കിടക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഇതാണ് ഇറ്റ്സ് ഓൾ അബൌട്ട് ദ ഫസ്റ്റ് ഡേ അറ്റ് മേഘാലയ അസം മേഘാലയ. ആ ഒരു എന്താ പറയുക മെമ്മറീസ് ആയിരുന്നു ഇന്നത്തെ. ചിറാപ്പുഞ്ചിനെ നമ്മൾ നേരെ ഡോക്കിയിലേക്ക് പോകും. ഡോക്കിയതിന് വീണ്ടും ഒരു ദിവസം ചിറാപ്പുഞ്ചിയിൽ സ്റ്റേ ഉണ്ട്. അത് തന്നെ നമ്മൾ വീണ്ടും ബൈ ടു മേഘാലയ ടു എൻറ്റയർ നോർത്ത് ഈസ്റ്റ്. സോ ഇങ്ങനെയാണ് പ്ലാൻ പോകുന്നത്. തിരിച്ച് ഞാൻ ഫ്ലൈറ്റിനായിരിക്കും കേട്ടോ. സോ ഐ എം ഗോയിങ് ടു മിസ് മൈ ഫെലോ ട്രാവലേഴ്സ് വിത്ത് മീ ബിക്കോസ് ആ ഗെയിമും ആ മൊമെൻറ്റ്സ് ഒക്കെ വിത്ത് ദം ഇറ്റ്സ് ട്രൂലി ഗോയിങ് ടു ബി എ മിസ്സിങ് തിങ്. ബട്ട് ഞാൻ ബാക്ക് ടു ബേസിക്സ്. അപ്പോൾ എനിക്ക് തോന്നും ഐ കാൺ വെയിറ്റ് ടു സീ മൈ കൊളീഗ്സ് ആൻഡ് വെയിറ്റ് ടു ബി ഇൻ മൈ ഓഫീസ് അങ്ങനെയൊക്കെ തോന്നും. ബിക്കോസ് ദാറ്റ്സ് ഫൺ ടു. എല്ലാം ഇൻട്രസ്റ്റിംഗ് ആണ്. പക്ഷേ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ പോയാലാണ് ഇറ്റ്സ് ആക്ച്വലി റിലീവിങ്. ലൈക്ക് എല്ലാ ദിവസം മോണോട്ടോണസ് ആയിട്ട് പോണേക്കാട്ടും ഇറ്റ്സ് റിയലി ഇൻട്രസ്റ്റിംഗ് വെൻ വി ഗെറ്റ് എ വേ ഔട്ട് ലൈക്ക് ദിസ് സം ഡേയ്സ് വെർ വി ക്യാൻ ബി അവർ സെൽവ്സ്, വി ആർ നോട്ട് ജഡ്ജ്ഡ് ആൻഡ് ഇറ്റ്സ് ഓൾ ഫൺ. സോ ഇതാണ് ഫസ്റ്റ് ഡേ കേട്ടോ. ഈ സെക്കൻഡ് ഡേയിലൊക്കെ എനിക്ക് ഇങ്ങനെ പറയാനുള്ള സ്പേസ് കിട്ടിയാൽ ഞാൻ വന്ന് പറയാം. ബിക്കോസ് എനിക്ക് വ്ലോഗ് എടുക്കണമെന്നുണ്ട്, അതിങ്ങനെ സ്പേസ് ഒന്നും കിട്ടാനും ഇല്ല വർത്താനൊക്കെ പറഞ്ഞ് നിങ്ങളോട് ഇരിക്കാൻ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ മേഘാലയയിലെ ഇപ്പോഴത്തെ തോട്ട്സ്. സോ സീ യു ഇൻ മൈ നെക്സ്റ്റ് വ്ലോഗ്. ബൈ.